ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു തോട്ടാണ് കേട്ടോ. യൗവനത്തിൻ്റെ സ്റ്റാർട്ടിങ് കാലത്ത് കൊണ്ടല്ലേ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തിനാണ് ഫ്രണ്ട്സ് എന്നാൽ എന്താണ്, അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലയോ, എൻ്റെ കൗമാരത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ നമ്മുടെ യൗവനത്തിൻ്റെ തുടക്കത്തിലൊക്കെ എനിക്ക് ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. അതായത് എൻ്റെ പേരൻസ് ഇല്ല, ഇവിടെ സ്ഥലത്തില്ല, ഞാൻ ഒറ്റപ്പെട്ട് കേരളത്തിൽ നിൽക്കുന്ന കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് ഫ്രണ്ട്സ് ആരും ഇല്ല. എനിക്ക് ആകുള്ളത് എൻ്റെ ഹസ്ബൻഡാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സുമാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും തിരക്കായിരിക്കും, വൈകിട്ടൊക്കെ വീട്ടിൽ കാണത്തുള്ളൂ. അപ്പോൾ ഉത്തരവാദിത്തങ്ങളെല്ലാം ഞാൻ തന്നെയായിരിക്കും കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. കുട്ടികളുടെ പഠിത്തം, മറ്റുള്ള വീട്ടിലെ കാര്യങ്ങളെല്ലാം തനിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. എൻ്റെ പേരൻസിൻ്റെ സപ്പോർട്ടും കിട്ടിയിട്ടില്ല. എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, എൻ്റെ റിലേറ്റീവ്സ് ആരും തന്നെ അടുത്തുമില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോൾ നമുക്ക് ഒരു ദുഃഖം വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ ആരുമില്ല അല്ലേ. നമുക്ക് പോട്ടെ, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയാണ് ലൈഫിൽ, എല്ലാവർക്കും ഇതുപോലെ ഒരു കാലഘട്ടം ഉണ്ട്, അല്ലെങ്കിൽ ഞാനും അനുഭവിച്ചതാണ് എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്താൻ എനിക്ക് എൻ്റെ സൈഡിൽ ആരും ഇല്ലായിരുന്നു. നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ടാണെന്നല്ലേ. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. കാര്യം, വിവാഹം കഴിച്ച് എൻ്റെ പേരൻസും എൻ്റെ ഫാമിലിയൊക്കെ അങ്ങ് തിരിച്ച് യു കെയിൽ പോയി. എൻ്റെ ബ്രദേഴ്സും എല്ലാം അങ്ങ് യു കെയിൽ പോയി, ഞാൻ മാത്രമായി കേരളത്തിലെ. അപ്പോൾ ആ കാലഘട്ടത്തിലെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു അന്ന് കേരളം. എൻ്റെ കല്യാണമൊക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ പുറത്തൊക്കെ വളർന്നതായതുകൊണ്ട് നമുക്ക് കേരളവുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണ്ടി വന്നു. മെയിനായിട്ടൊരു കാര്യമെന്ന് വെച്ചാൽ ഭാഷ അത്ര പോരാ, പിന്നെ ഒരുപാട് ആൾക്കാരെ അറിയില്ല, പിന്നെ ഇവിടെ ഉള്ള ആൾക്കാരും നമ്മളോടൊപ്പം മിങ്കിൾ ചെയ്യാൻ അവരും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഫ്രണ്ട്സ് വളരെ കുറവായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന ആ സ്ഥലത്ത് എനിക്ക് ആരെയും അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഫ്രണ്ട്സ് ഇല്ലാത്തതിൻ്റെ കുറവ് ഞാൻ എങ്ങനെ പരിഹരിക്കുക, അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ പേരൻസ്, എൻ്റെ ബ്രദേഴ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് എനിക്ക് ആ ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ എങ്ങനെ ഇത് പരിഹരിക്കാം, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. രണ്ട് കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ സഹായിക്കാൻ ആരും ഇല്ലാത്തൊരു കാലഘട്ടമായപ്പോൾ എനിക്കത് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആ സമയത്തൊക്കെ ഞാൻ ചിന്തിക്കുക, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ നമ്മുടെ ചില ദുഃഖങ്ങളൊക്കെ നമുക്ക് അവരോട് തുറന്ന് പറയാം അല്ലേ. നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ ഷെയർ ചെയ്യാനും ഒരു ഫ്രണ്ട് വേണം. ആ ഒരു ഫ്രണ്ട് പക്ഷെ നമ്മളോട് ആത്മാർത്ഥതയായിട്ടുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കണം. നമുക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുന്നല്ലേ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ റിലേറ്റീവ്സിനോട് പറയാൻ നമുക്കിഷ്ടമില്ലാതെ വരുമല്ലേ. അതിൻ്റെ മുഖ്യ കാരണമെന്ന് വെച്ചാൽ നമ്മൾ മാറുമ്പോൾ തന്നെ അവർ നമ്മളെ കുറ്റപ്പെടുത്തുന്നവരായിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് ഫീലിംഗ് തരുന്നവരായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഞങ്ങൾ അവരോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യാതെ വരും അല്ലേ, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. ഒരു എന്താ പറയുക, നമ്മൾ ഓക്കെ ഇറ്റ്സ് ഫൈൻ, ഞാൻ തനിയെ സഹിച്ചോളാം, ഇനി ആരും അറിയണ്ട, അല്ലെങ്കിൽ അവർക്കൊപ്പം ഷെയർ ചെയ്യണ്ട എന്ന് നമുക്ക് തോന്നും. പക്ഷെ നമുക്കൊരു ആത്മാർത്ഥത ഫ്രണ്ട് ഉണ്ടായാൽ നമുക്ക് ഷെയർ ചെയ്തുകൂടെ. നമുക്കൊരു ഫ്രണ്ട് വേണ്ടേ, ഏത് പ്രായത്തിലായാലും തീർച്ചയായിട്ടും ഒരു ഫ്രണ്ട് വേണം അല്ലേ. നമ്മളെ സമാധാനപ്പെടുത്താൻ ഒരു വ്യക്തി വേണം. നമ്മളെ ഹസ്ബൻഡ് ഉണ്ട്, പക്ഷേ എന്നാലും നമുക്കൊരു ഫ്രണ്ട് വേണം. അല്ലെങ്കിൽ വൈഫുണ്ട് എന്നാലും ഒരു ഫ്രണ്ട് വേണം, അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഉണ്ട് എന്നാലും ഒരു ഫ്രണ്ട് വേണം. ഫ്രണ്ട് ഈസ് ഓൾവേസ് ഇൻ നീഡ് അല്ലേ. അപ്പം നമ്മുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ, നമ്മുടെ ഇഷ്ടങ്ങൾ പങ്കുവയ്ക്കാൻ, നമുക്കൊന്ന് പുറത്ത് പോകാം, ഒരു സിനിമയ്ക്ക് പോകാം, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലറിൽ പോകാൻ, അല്ലെങ്കിൽ ലേഡീസ് ഡേ ഔട്ടിന് പോകാൻ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വോക്കിന് പോകാനൊക്കെ ഒരു ഫ്രണ്ട് വേണം അല്ലേ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഫ്രണ്ട് ഇൻ നീഡാണ് കേട്ടോ. തീർച്ചയായിട്ടും ഒരു ഫ്രണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കോട്ടെ. ഈ കേൾക്കുന്ന എല്ലാ വ്യൂവേഴ്സും അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഒന്ന് ചിന്തിക്കണം. അതിനെക്കുറിച്ച് ശ്രമിക്കുകയും ഒരു ഫ്രണ്ടിനെ ഉൾപ്പെടുത്തുകയും വേണം ജീവിതത്തിൽ കേട്ടോ.
ഇപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന് തോന്നും. കാരണം എന്താണെന്നോ, ഞാൻ യൂട്യൂബിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ വ്യൂവേഴ്സ് എല്ലാം എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. കാര്യം എന്നും നമ്മൾ പരസ്പരം അവരുടെ വ്ളോഗുകൾ കാണാറുണ്ട്, എൻ്റെത് അവർ കാണാറുണ്ട്. അപ്പം നമ്മൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷനുണ്ട്. നമ്മൾ വ്ളോഗ് ഇടാൻ താമസിച്ചാലും തന്നെയും ആ ഫ്രണ്ട് അന്വേഷിക്കാറുണ്ട് എന്തുകൊണ്ടെന്നുള്ളത്. അതുപോലെ നമ്മൾ എന്നും കാണുന്ന ഒരു വ്യക്തി ഇപ്പോൾ കാണാതെ ഇല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കും. ഒരു ജസ്റ്റ് ഫ്യൂ വേർഡ്സ്, സുഖമാണോ, എന്ത് പറ്റി, വരുന്നില്ലയോ, ഇടുന്നില്ലയോ എന്നൊക്കെ ചോദിക്കും അല്ലേ. അപ്പോൾ അതും ഒരു ഫ്രണ്ടാണല്ലേ. അപ്പോൾ ഓൾവേസ് എ ഫ്രണ്ട് ഈസ് ഓൾവേസ് ഇൻ നീഡ് ഇൻ എവറിബഡീസ് ലൈഫ്. എല്ലാവരും ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുക കേട്ടോ. ആത്മാർത്ഥമായ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കാനും നമ്മളോടൊപ്പം നടക്കാനും നമ്മുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാനും ഷെയർ ചെയ്യാനും ഈവൻ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അവർക്കൂടെ ഷെയർ ചെയ്യാനും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ വ്ളോഗ്. ടിൽ ദെൻ ബൈ ഫോർ നൗ മൈ ഫ്രണ്ട്സ് ആൻഡ് ടേക്ക് കെയർ.